നാലുപറയിലച്ചൻ പങ്കുവയ്ക്കുന്ന സുവിശേഷ വിചിന്തനം. ജൂലൈ 16 ശ്ലീഹാക്കാലം 7 ഞായർ. ലൂക്കായുടെ സുവിശേഷം 13 22 മുതൽ 30 വരെയുള്ള വചനങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയോട് ഒരാൾ ചോദ്യം ചോദിക്കുന്നതാ. ചോദ്യം ഇതാണ്: കർത്താവേ, രക്ഷപ്പെടുന്നവർ ചുരുക്കമാണോ? അങ്ങനെ ഒരു ചോദ്യം ഈശോയുടെ മുമ്പിലേക്കിടുമ്പോൾ ആ ചോദ്യകർത്താവിൻ്റെ മനോഭാവം ഒന്ന് ശ്രദ്ധിക്കണം. ഈശോയോട് ചോദിക്കുന്നത് രക്ഷപ്പെടുന്നവർ ചുരുക്കമാണോ എന്നു പറഞ്ഞാൽ വ്യംഗ്യമായിട്ട് അയാളുടെ ചോദ്യത്തിൻ്റെ പിറകിൽ ഒളിച്ചിരിക്കുന്ന ഒരു മനോഭാവം, രക്ഷപ്പെടുന്ന ചുരുക്കം പേരിൽ അയാളും ഉണ്ട്, ഞാനും എന്നെപ്പോലെയുള്ള കുറേ പേരും. ആ ഒരു ഉറപ്പ്, ആ ഒരു ആത്മവിശ്വാസം, ആ ഒരു ധാർഷ്ട്യത്തോടു കൂടി ആയിരിക്കണം ഈ ചോദ്യം വരുന്നത്. രക്ഷപ്പെടുന്നവർ, അങ്ങനെ ചോദിക്കാനുണ്ടാകുന്ന ധൈര്യമുണ്ടല്ലോ, രക്ഷപ്പെടുന്നവർ ചുരുക്കമാണോ? ശ്രദ്ധിക്കേണ്ട കാര്യം, ഈശോ ഇതിന് മറുപടി പറഞ്ഞു പോകുമ്പോൾ വീട്ടുടമസ്ഥൻ കഥ കടച്ചു കഴിയുമ്പോൾ വന്ന് പുറത്തു നിന്ന് മുട്ടുമ്പോൾ അവരോട് പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ വ്യംഗ്യമായിട്ട് ഈശോ ഈ അനേകരെ, പുറത്തുനിന്ന് മുട്ടുന്ന അനേകരുടെ കൂട്ടത്തിലേക്ക് വളരെ വ്യംഗ്യമായിട്ട് ചോദ്യകർത്താവിനെ കൂടെ കൊണ്ടുചെന്ന് നിർത്തുകയാണ്. ഇങ്ങനെ വീട്ടുടമസ്ഥൻ വാതിൽക്കൽ മുട്ടുന്നവരോട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല, എവിടെ നിന്നാണെന്ന് അറിയുന്നില്ല. അപ്പോൾ 26 വചനത്തിലാണ്, അപ്പോൾ നിങ്ങൾ പറയാൻ തുടങ്ങും, നിങ്ങൾ എന്ന് പറഞ്ഞ അർത്ഥം ഈ ചോദ്യകർത്താവ് ഉൾപ്പെടെ നിങ്ങൾ പറയാൻ തുടങ്ങും, നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും നീ ഞങ്ങളുടെ തെരുവുകളിൽ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വീണ്ടും അപ്പോൾ എന്താ പറയുന്നത് വീട്ടുടമസ്ഥൻ? എന്നാലും എവിടെ നിന്നാണെന്ന് അറിയുന്നില്ല, അകത്ത് കിടക്കാൻ നിവൃത്തിയില്ല എന്ന്. ഇവർ പറയുന്ന കാര്യങ്ങൾ ഏത് അറിയാനായിട്ടും അകത്തേക്ക് പ്രവേശിക്കാനായിട്ടും പറയുന്ന കാരണങ്ങൾ ഇതാണ്. ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും കൃത്യമായ സൂചന കുർബാനയെക്കുറിച്ചാണ്. പിന്നെ ഞങ്ങളുടെ തെരുവുകളിൽ പഠിപ്പിച്ചു വചനം, ഏത് ദൈവവചനവും കുർബാനയും, ഇത് രണ്ടും ഞങ്ങൾ സ്ഥിരമായിട്ട് പങ്കു പറ്റുന്നവരാണ്, അതുകൊണ്ട് അകത്ത് പ്രവേശിക്കണം. ഇതാണ് അവർ പറയുന്നത്. പക്ഷേ ഈശോ എന്താ പറയുന്നത്? പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്താലും വചനം സ്ഥിരമായിട്ട് അങ്ങോട്ട് വായിച്ച് അതനുഭവിച്ചാൽ പോലും അകത്ത് കടക്കുകയില്ല. എന്നിട്ട് അവസാനം പറയുന്നത് എന്താണ്? അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. ഇത് വലിയ ഒരു അപകടമാണ്. ഭക്തിമാർഗത്തിൽ മത ആചാരങ്ങളിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും പറ്റാവുന്ന വലിയ ഒരു അപകടത്തിലേക്കാണ് ഈ സുവിശേഷം ഈശോ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. ഏത് സ്ഥിരമായിട്ട് മതകർമ്മത്തിൻ്റെ ആത്മാവായിട്ട് നിൽക്കുന്ന കുർബാനയും ദൈവവചനവും സ്ഥിരമായിട്ട് പങ്കുവയ്ക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവർ പോലും പുറത്താക്കപ്പെടാം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അനീതി പ്രവർത്തിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധ കുർബാനയും ദൈവവചനവും സ്ഥിരമായിട്ട് പങ്കുപറ്റുന്നവർ അനീതി പ്രവർത്തിക്കാം. അനീതിയും ഈ മതകർമ്മങ്ങളും കൂടെ ഒരുമിച്ച് പോകാനുള്ള സാധ്യതയിലേക്കാണ് ഈശോ വിരൽ ചൂണ്ടുന്നത്. ഞാൻ ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകം അസീസി മാസികയിൽ ഇടിയും മിന്നലും എഴുതുന്ന ജോസ് വെട്ടിക്കാട് കപ്പൂച്ചൻ അച്ഛൻ്റെതാണ്. സംഭവങ്ങൾ പറയാൻ ഇദ്ദേഹം വളരെ വിരുദ്ധനാണ്. അദ്ദേഹം പറയുന്ന ഒരു സംഭവം, അദ്ദേഹം പറയുന്നത് ഒരു കഞ്ചിക്കോടൻ ചരിത്രം. എനിക്ക് മുൻ പരിചയമുള്ള ഒരാൾ എന്നെ കാണാൻ വന്നു. അദ്ദേഹം എഴുതുകയാണ്, കുറേ പ്രിൻ്റ് ചെയ്ത ലഘുലേഖകളും ഒരു കാസറ്റും ഒക്കെ ആയിട്ടാണ് വന്നത്. ലഘുലേഖയിൽ കഞ്ചിക്കോട്ടെ കൊന്തയും ബാക്കി പുരാണങ്ങളും. ആൾക്ക് നിർബന്ധം ഇതൊന്ന് വിതരണം ചെയ്യണം, പിന്നെ അടുത്ത ട്രിപ്പിൽ കൂടെ ചെല്ലണം. അപ്പോൾ മടി പറഞ്ഞപ്പോൾ അയാൾ വീണ്ടും നിർബന്ധിക്കുകയാണ്, അച്ഛൻ പൈസ മുടക്കേണ്ട, രാവിലെ പോയാൽ വൈകുന്നേരം തിരിച്ചു വരാം, വീണ്ടും ഈ ദിവസങ്ങളിൽ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞ് പിറകോട്ട് വലിയ. അപ്പോൾ അയാൾ പറയുന്നതാണ്, എല്ലാ തവണയും ആരെങ്കിലും അച്ഛന്മാരുണ്ട്, ഇത്തവണ അച്ഛനെ കൊണ്ടുപോകാമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും ഇയാൾ നന്ദി പറഞ്ഞു, ഇത്തവണത്തെ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അയാൾ പറയുന്നത്, പോകുന്നവർക്കൊക്കെ വല്ലാത്ത അനുഭവമാണ്. അപ്പം അച്ഛൻ ചോദിച്ചു, എന്താണ് ഈ അനുഭവം? അപ്പം അയാൾ പറയുന്നത്, അവിടെ ചെന്ന് കൊന്ത ചൊല്ലിയാൽ നല്ല സുഗന്ധം കിട്ടും, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്കേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അച്ഛൻ തമാശയ്ക്ക് പറയുക, ആ മണം കിട്ടാനാണെങ്കിൽ വല്ല സാമ്പ്രാണിയും കത്തിച്ച് വെച്ച് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ. ഉടനെ അയാൾ, അച്ഛൻ പണ്ടേ ഉടക്കനാണല്ലോ, അച്ഛനൊന്ന് പോയി അവിടെ ഒന്ന് കൊന്ത ചൊല്ലിയാൽ അച്ഛനും മാറ്റം വരും. അച്ഛൻ ഇത്തവണ നന്ദി പറഞ്ഞു, അടുത്ത പ്രാവശ്യം ശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പിരിയാൻ നേരത്ത് അച്ഛൻ ചോദിക്കുന്നുണ്ട്, അല്ല, ഇന്നാളത്തെ പ്രശ്നം തീർന്നോ?
നേരത്തെ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു അച്ഛൻ ഇയാളുടെ വീട്ടിൽ ചെന്ന് ഇയാളുമായിട്ട് കണ്ടുമുട്ടിയത്. അച്ഛൻ പറയുന്നു അത് 2 വർഷം മുമ്പായിരുന്നു. ഇയാൾ അടുക്കുന്നില്ല എന്ന് പറഞ്ഞ് മറുഭാഗത്തുള്ള ആൾ വന്ന് വിളിച്ചപ്പോഴാണ് മധ്യസ്ഥത പറയാൻ അച്ഛൻ ചെന്നത്. കാര്യം ഇതായിരുന്നു, ഇയാൾ തറ കെട്ടി ഉയർത്തി നല്ല ഒരു വീട് പണിതു. തൊട്ടു ചേർന്ന് ഒരു പാവപ്പെട്ടവൻ്റെ ചെറിയ വീട്. 2 പുരയുടെയും ഇടയ്ക്ക് 1.5 അടി വീതിയിൽ ഒരു ഇടത്തൊണ്ടാണ്. ആ തൊണ്ടിലേക്കാണ് അയാളുടെ അടുക്കളയിലെയും കുളിമുറിയിലെയും തൊഴുത്തിലെയും അഴുക്കുവെള്ളം തിരിച്ചുവിട്ടിരിക്കുന്നത്. മഴക്കാലത്ത് ഒഴുകിപ്പോകും, എന്നാൽ വേനൽക്കാലം മുഴുവൻ ഈ വെള്ളത്തിൻ്റെ വല്ലാത്ത ദുർഗന്ധവും അവിടെയുണ്ടാകുന്ന കൊതുവിൻ്റെ കടിയും ആ പാവപ്പെട്ട വീട്ടുകാരെ വല്ലാതെ വിഷമത്തിലാക്കി. നേരിട്ടും പള്ളി വഴിയുമൊക്കെ പറഞ്ഞു നോക്കി, പക്ഷേ അയാൾ വഴങ്ങിയില്ല. അവസാനമാണ് മധ്യസ്ഥതയ്ക്ക് അച്ഛനെ വിളിച്ചുകൊണ്ട് ചെന്നത്. അച്ഛൻ ചെന്നു. എന്നിട്ട് അയാളുടെ മുറ്റത്തിൻ്റെ മൂലയ്ക്ക് തന്നെ ഒരു കുഴി കുത്തി സ്ലാബിട്ടാൽ മതി, ഈ പ്രശ്നം പരിഹരിക്കാമല്ലോ എന്ന് പറഞ്ഞു. അയാൾ സമ്മതിച്ചില്ല. അവിടെ വേറെ പ്രശ്നം, എന്നാൽ അടുത്ത വശത്ത് ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെയും സമ്മതിച്ചില്ല. അവസാനമാണ് അയാളുള്ള കാര്യം പുറത്ത് പറയുന്നത്. ഞാൻ വീട് വയ്ക്കുന്നതിന് മുമ്പേ അയാളോട് പറഞ്ഞതാ ഞാനത് വാങ്ങിച്ചോളാമെന്ന്. ഏത് പാവപ്പെട്ടവൻ്റെ സ്ഥലം. നല്ല വിലയും പറഞ്ഞു. അയാൾ തരത്തില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു അയാളത് വിൽക്കാൻ തയ്യാറാണേ, കാശ് കൊടുത്ത് വാങ്ങിച്ചോളാമെന്ന്. അച്ഛൻ പറഞ്ഞു ഞാൻ ഈ ഉപാധിയായിട്ട് പാവപ്പെട്ടവനോട് പറഞ്ഞു. അപ്പോൾ അയാൾ പറയുന്നത്, എൻ്റെ അച്ചോ 3 പെൺമക്കളാണ്, 2 പേരെ കെട്ടിക്കാറായി, ഭാര്യ രോഗി. ഞാനിത് വിറ്റാൽ നുള്ളിപ്പെറുക്കി അതങ്ങ് തീർന്നു പോകും, കിടക്കാൻ ഇടം പോലും ഇല്ലാതാകും, ഒരു പെണ്ണിനെ കെട്ടിക്കാനുള്ള കാശിന് പോലും തികയില്ല. അയാളുടെ നിസ്സഹായ അവസ്ഥ അയാൾ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരു തരത്തിലും സമ്മതിക്കുന്നില്ലേ, പഞ്ചായത്തിലോ മറ്റോ പരാതി കൊടുത്താലോ? അപ്പോൾ അയാൾ പറയുന്നതാ പാവപ്പെട്ടവൻ, ഞാൻ പഞ്ചായത്ത് മെമ്പറെ കണ്ട് പറഞ്ഞതിന് ഇയാൾ പ്രതികാരം മകൾക്ക് വന്ന 2 കല്യാണാലോചനകൾ ഇയാൾ മുടക്കി. എന്നിട്ട് അയാൾ എന്നോട് പരസ്യമായി തന്നെ പറഞ്ഞതാ, കേസിനും വക്കാണത്തിനും വല്ലതും പോയാൽ എൻ്റെ മക്കൾ പുര നിറഞ്ഞ് നിൽക്കത്തേയുള്ളൂവെന്ന്. എന്നിട്ട് ജോസച്ചൻ എഴുതുന്നതാ, ഇയാളാണ് കഞ്ചിക്കോട്ടെ മണത്തിൻ്റെ അനുഭവത്തിന് വേണ്ടി ആളെയും കൂട്ടി ആഴ്ചതോറും കഞ്ചിക്കോടിന് പോകുന്നത്. ഈശോ ചൂണ്ടിക്കാണിക്കുന്ന ഈ ഒരു സാധ്യതയുണ്ട്. അതായത് കുർബാനയും വചനവും പങ്കെടുക്കുകയും പങ്കുപറ്റുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അനീതി പ്രവർത്തിച്ചു കൊണ്ടിരിക്കാം. ഈ കഥയിലെ കഞ്ചിക്കോട്ട് ഭക്തനതാ, ഭക്തകർമ്മം ചെയ്യുന്നു, പക്ഷേ ജീവിതത്തിൽ അനീതി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇവർ പുറത്താകുമെന്നാ ഈശോ പറയുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? അങ്ങനെയാണേ എങ്കിൽ അകത്ത് കടക്കാൻ എന്ത് ചെയ്യണം? നീതി പ്രവർത്തിക്കണം. അനീതി പ്രവർത്തിക്കുന്നവർ പുറത്താണേ എങ്കിൽ രക്ഷപ്പെടാനും അകത്ത് കടക്കാനുമുള്ള മാർഗം നീതി പ്രവർത്തിക്കുക എന്നതാണ്. നീതി എന്ന് പറഞ്ഞാൽ എന്താ? അത് വളരെ വ്യക്തമാണ്. ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് കൊടുക്കുന്നതാണ് നീതി. ജീവിത പങ്കാളിക്ക് അവകാശപ്പെട്ടത് കൊടുക്കുന്നത് ആ വ്യക്തിയോടുള്ള നീതി. മക്കൾക്ക് അവകാശപ്പെട്ടത് കൊടുക്കുന്നത് നീതി. മാതാപിതാക്കൾക്ക് അവകാശപ്പെട്ടത് കൊടുക്കുന്നത് നീതി. ഇനി മുന്നോട്ട് പോയാലോ? സഭാപിതാവായ ബെയ്സിലല്ലേ പറഞ്ഞത്, നിന്റെ മേശയിൽ മിച്ചം നീ സൂക്ഷിച്ചിരിക്കുന്ന ധനം നിന്റെ സ്വന്തമല്ല, നിന്റെ ചുറ്റുമുള്ള ദരിദ്രൻ്റെ പണമാണത്. നിന്റെ അലമാരയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഉടുപ്പുകൾ നിന്റെ സ്വന്തമല്ല, ഉടുപ്പില്ലാതെ വസ്ത്രമില്ലാതെ പുറത്ത് കിടക്കുന്ന ദരിദ്രൻ്റെതാണ് ആ വസ്ത്രം. നിന്റെ അടുക്കളയിൽ നീ മിച്ചമായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ നിന്റെ സ്വന്തമല്ല, പുറത്ത് വിശക്കുന്നവന് അവകാശപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ അവകാശപ്പെട്ടത് കൊടുക്കുക എന്നുള്ളതാണ് നീതി എങ്കിൽ എത്രമാത്രം കൊടുക്കാൻ കടപ്പെട്ടിരിക്കുന്നു? അതാ ഈശോ ഉന്നയിക്കുന്ന ചോദ്യം. എന്നിട്ട് ഒരു കാര്യം ഓർക്കണം, മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 21-ാമത്തെ വചനത്തിലാണ് ഒരു മനുഷ്യൻ വന്ന് ഈശോയോട് ചോദിക്കുന്നത്, നിത്യരക്ഷ പ്രാപിക്കാൻ എന്നാ ചെയ്യണം? ഈശോ അവനോട് പ്രമാണങ്ങളുടെ കാര്യമെല്ലാം പറഞ്ഞിട്ട് പറയുന്ന 21-ാമത്തെ വചനം, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ഇതാണ് നിത്യരക്ഷ പ്രാപിക്കാൻ. അതുതന്നെയാണ് ഇന്നത്തെയും പ്രമേയം. രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? നിത്യരക്ഷ പ്രാപിക്കാൻ ഇതാണ്. ഏത്? കൊടുക്കുക, അവകാശപ്പെട്ടത് കൊടുക്കുക. കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കുറയും. കൊടുക്കുമ്പോൾ കുറയുമെന്ന് മാത്രമല്ല, കൊടുക്കുമ്പോൾ നമ്മൾ മെലിയും. കുറയും, മെലിയും. ശരീരം കുറയും, ശരീരം മെലിയും. അതിനോടനുബന്ധമായിട്ടുള്ളതെല്ലാം മെലിയും. അങ്ങനെ മെലിഞ്ഞ് മെലിഞ്ഞ് ചെറുതാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ പറ്റും. മേധസ്സും വണ്ണവും
കൂടിക്കൂടി വന്നാൽ ഇടുങ്ങിയ വാതിലിലൂടെ കടക്കാൻ പറ്റില്ല. ഈശോ ഇന്ന് പറയുന്നത് അതാണ്. ഏത്? രക്ഷപ്പെടുന്നവർ ചുരുക്കമാണോ എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുന്നത്, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ കിണഞ്ഞ് ശ്രമിക്കുവിൻ. ഇടുങ്ങിയ വാതിലിലൂടെ കടക്കണമെങ്കിൽ എന്താണ്? വണ്ണം കുറയ്ക്കണം, മേധസ് കുറയ്ക്കണം, നമ്മൾ സംഭരിച്ചു വച്ചിരിക്കുന്നത് കുറയ്ക്കണം. അത് കുറയ്ക്കാനുള്ള വഴിയാണ് അവകാശപ്പെട്ടവർക്ക് അവർ അവകാശപ്പെട്ടതൊക്കെ കൊടുക്കുക, കൊടുത്ത് കൊടുത്ത് ചെറുതാകുക. കൊടുക്കാതെ ഇരുന്നാലോ? അവകാശപ്പെട്ടത് മറ്റുള്ളവർക്ക് കൊടുക്കാതിരുന്നാൽ സംഭവിക്കുന്നത് എന്താണ്? ഞാനും എനിക്കുള്ളതും കൂടിക്കൂടി വരും. എൻ്റെ ശരീരം വലുതാകും, എൻ്റെ സമ്പത്ത് വലുതാകും, ഞാൻ സംഭരിച്ചു വച്ചിരിക്കുന്നതൊക്കെ വലുതാകും എന്ന് പറഞ്ഞാൽ എനിക്ക് വലിപ്പം കൂടി കൂടി വരും. വലിപ്പം കൂടി വന്നാലുള്ള അപകടം എന്താ ഈശോ പറയുന്നത്? ഇടുങ്ങിയ വാതിലിൽ കൂടെ അകത്തേക്ക് കടക്കാൻ പറ്റില്ല. ഇത് ഞാനും നിങ്ങളുമെന്ന വ്യക്തികളുടെ കാര്യം മാത്രമല്ല, സമൂഹത്തിൻ്റെയും കൂടെ കാര്യമാണ്. ലിബറേഷൻ തിയോളജി ഏറ്റവും രൂക്ഷമായിട്ട് പറഞ്ഞു വെച്ചത് ഇതാണ്: സഭ ദരിദ്രരുടെ പക്ഷത്താകണം. എന്നാൽ ഫ്രാൻസിസ് പാപ്പ ഒരു പടിയും കൂടെ കടത്തി പറയുന്നു, സഭ ദരിദ്രരുടെ പക്ഷത്താകണമെന്ന് മാത്രമല്ല, സഭ ദരിദ്രയാകണം. എങ്കിലേ അകത്ത് കടക്കൂ. സഭ കൂട്ടി കൂട്ടി സമ്പത്ത് സ്വരുക്കൂട്ടി വെച്ചാൽ സഭയുടെ വണ്ണം കൂടും, വലിപ്പം കൂടും, ഇടുങ്ങിയ വാതിലിൽ കൂടി കടക്കാൻ പറ്റാതെ വരും. സഭയ്ക്ക് പോലും പറ്റാവുന്ന അപകടമല്ലേ ഈശോ ചൂണ്ടിക്കാണിക്കുന്നത്? 26-ാമത്തെ വചനം നമ്മൾ ഓർമ്മയിൽ എപ്പോഴും സൂക്ഷിക്കണം. നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും നീ ഞങ്ങളുടെ തെരുവുകളിൽ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എത്ര പ്രാവശ്യം സാന്നിധ്യത്തിൽ ഭക്ഷിച്ചാലും പാനം ചെയ്താലും തെരുവുകളിൽ പഠിപ്പിച്ചാലും എന്താണ്? നീതി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ വ്യക്തിയും സമൂഹവും ഇടുങ്ങിയ വാതിലിൽ കൂടി കടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതിനാൽ ഈശോ ഇന്ന് ആവശ്യപ്പെടുന്നത് ഇതാണ്: ഏത്? നീതി പ്രവർത്തിക്കുക, അർഹിക്കുന്നവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കുക. അതാണ് നീതി. അങ്ങനെ കൊടുക്കുമ്പോൾ നീ കുറയും, നീ ചെറുതാകും. അങ്ങനെ ചെറുതാകുമ്പോൾ സംഭവിക്കുന്നത് ഇടുങ്ങിയ വാതിലിൽ കൂടി അകത്തേക്ക് കടക്കാൻ പറ്റും. കൊടുക്കാതെ ഇരുന്നാൽ നീ വലുതായി ഇടുങ്ങിയ വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തും. ശ്രദ്ധിക്കേണ്ടത് ഏതാണ് വലുത് എന്നുള്ളതാണ്. ഇവിടെ കൊടുക്കാതെ പിടിച്ചു വെച്ച് വലുതാകുന്ന ഈ കാര്യമാണോ? അതോ നീതി പ്രവർത്തിച്ച് ന്യായമായിട്ട് കൊടുത്തതുകൊണ്ട് തന്നെ അകത്തേക്ക് പ്രവേശിക്കുന്ന രക്ഷയാണോ? ഇവിടുത്തെ താൽക്കാലികമായ സമ്പത്താണോ? അപ്പുറത്തേക്ക് കടക്കുന്ന രക്ഷയാണോ? ഏതാണ് വലുത്? ഈശോ നമ്മുടെ മുമ്പിൽ ചോദിക്കുന്ന ചോദ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാൻ നിൻ്റെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവനും നിൻ്റെ വചനം വായിക്കുന്നവനുമാണ്. എന്നോടാണ് നീ ഇന്ന് ആവശ്യപ്പെടുന്നത്. ഇതിനൊക്കെ ഉപരിയായിട്ട് നീ ചെയ്യേണ്ടത് നീതി പ്രവർത്തിക്കുകയാണ്. അർഹതപ്പെട്ടവന് അർഹിക്കുന്നത് കൊടുക്കാൻ നീ എന്നോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ കൊടുത്ത് നഷ്ടപ്പെടുത്തുന്നതിലൂടെ ചെറുതാകാൻ നീ എന്നോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ചെറുതാകുമ്പോഴാണ് ഇടുങ്ങിയ വാതിലിൽ കൂടി കടക്കാനും രക്ഷയിലേക്ക് പ്രവേശിക്കാനും എനിക്ക് ആകുന്നത്. നാഥ, ഇതിനുള്ള ബോധവും മനസ്സും നീ എപ്പോഴും എനിക്ക് തരണമേ. ആമേൻ. ഞായറാഴ്ച പ്രസംഗങ്ങൾ സീറോ മലബാർ റീത്തിൻ്റെതും ലത്തീൻ റീത്തിൻ്റെതും ലഭിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ ഇമെയിലിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക. വാട്സപ്പ് നമ്പർ ഇതാണ്: 9477414926. ഇമെയിൽ ID ഇതാണ്: നാലുപറയിൽ NALUPARAYIL 2007@gmail.com. ഇതിലേതിലേക്കെങ്കിലും മെസ്സേജ് വിട്ടാൽ നിങ്ങൾക്ക് പതിവായി ലഭിക്കുന്നതാണ്.